ഹരി ഓം സ്റ്റുഡൻസ്, ടീച്ചർ ഇന്ന് ഒരു അവയർനെസ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂൾ ടൈമിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ അംബീഷൻ അഥവാ വലുതാകുമ്പോൾ നിങ്ങൾക്ക് എന്താകണം എന്നുള്ളത്. കൂടുതലും കുട്ടികൾ പറയുന്നത് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എൻജിനീയർ ആവണം, സയൻറ്റിസ്റ്റ് ആവണം, IAS IPS, അതുമല്ലെങ്കിൽ ടീച്ചർ, അങ്ങനെയുള്ള പ്രൊഫഷനുകളാണ് കൂടുതലും കുട്ടികൾ പറയുന്നത്. പക്ഷേ കലാപരമായ കഴിവുകളുള്ള കുട്ടികൾക്ക്, അതായത് മ്യൂസിക്, ഡാൻസ്, ആർട്ട് ഇതുപോലെ കഴിവുകളുള്ള കുട്ടികൾക്ക് അവരുടെ ആ കഴിവിനെ തന്നെ വികസിപ്പിച്ച് ഒരു കരിയറാക്കുക അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആക്കുക എന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ മാർഗം എന്നുള്ളത് പല കുട്ടികൾക്കും അല്ലെങ്കിൽ പേരൻസിന് പോലും ഒരു പക്ഷേ ഇപ്പം അറിയാത്തവരുണ്ടാകാം, അറിയുന്നവരും ഉണ്ടാകാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് ടീച്ചർ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. ഇവിടെ ടീച്ചർ പറയുന്നത് ചിത്രകലയെക്കുറിച്ചാണ്. ചിത്രകല, ശില്പനിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കഴിവുള്ള കുട്ടികൾക്ക് അവരുടെ ആ കഴിവിനെ തന്നെ വികസിപ്പിച്ച് എങ്ങനെ ഒരു കരിയറാക്കി മാറ്റാം, അതിന് സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഫൈൻ ആർട്സ് കോഴ്സ്. അതായത് ഫൈൻ ആർട്സ് കോളേജുകൾ, കേരളത്തിൽ 3 കോളേജുകളാണ് മെയിനായിട്ട് ഫൈൻ ആർട്സ് കോഴ്സ് പഠിപ്പിക്കുന്നത്. ചിത്രകല, ശില്പനിർമ്മാണം, അപ്ലൈഡ് ആർട്ട്, അങ്ങനെ കുറച്ച് കോഴ്സുകളുണ്ട്. കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പാളയത്തുള്ള കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, പിന്നെ മാവേലിക്കരയിലുള്ള കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, ഇത് രണ്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതാണ്. പിന്നെ ഒന്ന് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജ്, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഈ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഫൈൻ ആർട്സ് കോളേജാണ്, പാളയത്താണിത്. 4 വർഷത്തെ കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് അഥവാ BFA. ഇതിൽ ചിത്രകല, ശില്പകല, അപ്ലൈഡ് ആർട്ട്, ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്നീ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ഇയറിൽ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കുന്നുണ്ടാകും. സെക്കൻഡ് ഇയർ മുതലായിരിക്കും സ്പെഷ്യലൈസേഷൻ. ഇതിൽ അപ്ലൈഡ് ആർട്ട്, അഡ്വർടൈസിംഗ് മേഖലയിൽ ഏറെ ജോലി സാധ്യതയുള്ളതാണ്. റിട്ടേൺ ടെസ്റ്റിൻ്റെയും പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെയും കൂടാതെ ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. ലൈഫ് സ്റ്റഡി, ക്രിയേറ്റീവ് പെയിൻറ്റിംഗ് അഥവാ തീം ബേസ്ഡ് പെയിൻറ്റിംഗ് എന്നിവയായിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റിൽ ഉണ്ടായിരിക്കുക. പഠിച്ചിറങ്ങിയാൽ ജോലി ഉറപ്പ് എന്നുള്ളതാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത. സ്കൂളുകളിൽ ഡ്രോയിങ് ടീച്ചർ ആകാനുള്ള ബേസിക് യോഗ്യത അഥവാ അടിസ്ഥാന യോഗ്യത BFA ആണ്. IT മേഖലയിൽ വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സാണിത്. അഡ്വർടൈസിംഗ് കമ്പനികളിൽ ഗ്രാഫിക് ഡിസൈനർ മുതൽ ക്രിയേറ്റീവ് ഡയറക്ടർ വരെ ആകാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഫൈൻ ആർട്സ് ബിരുദം തന്നെയാണ്. പത്രമാധ്യമങ്ങളിൽ ആർട്ടിസ്റ്റ് ആകാനും സിനിമാ മേഖലയിൽ ആർട്ട് ഡയറക്ടർ ആകാനും ഒരു ചിത്രകാരനാകാനും ശില്പിയാകാനും ഫൈൻ ആർട്സ് വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കും. കലാപരമായ കഴിവുകളുള്ളവരാണെങ്കിൽ ശാസ്ത്രീയ പരിശീലനത്തിലൂടെ കരിയറാക്കി മാറ്റാൻ കഴിയും. അതിനുള്ള ഒരു ബേസിക് കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്. ചിത്രരചനയിലായാലും ശില്പനിർമ്മാണത്തിലായാലും കലാപരമായ കഴിവുള്ളവരാണെങ്കിൽ അതിനെ ശാസ്ത്രീയ പരിശീലനത്തിലൂടെ സ്വന്തം പ്രൊഫഷനാക്കി മാറ്റാനുള്ള ഒരു ബേസിക് സ്റ്റെപ്പിനെ കുറിച്ചാണ് ടീച്ചർ പറയുന്നത്. അതിൽ ഈ ലൈഫ് സ്റ്റഡി എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളെ മുന്നിലിരുത്തി നമ്മൾ നോക്കി വരയ്ക്കുക എന്നുള്ളതാണ്. തീം ബേസ്ഡ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തീം നമുക്ക് തരുന്നു, ആ തീമിനെ അടിസ്ഥാനമാക്കി നമ്മൾ വരയ്ക്കുകയാണ്. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന കുട്ടികൾക്കായിരിക്കും ഏറ്റവും അധികം ഇതിൽ പ്രവേശനം കിട്ടാനുള്ള ചാൻസ്. ഇതൊരു ബേസിക് കോഴ്സാണെന്ന് ടീച്ചർ പറഞ്ഞു. ഇതിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സായിട്ട് വളരെയധികം കോഴ്സുകളുണ്ട്. അത് ടീച്ചറിന് ഈ ഒരൊറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റില്ല. അതിനുള്ള അവയർനെസ് ക്ലാസ് പോലെ ഇനി ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
ആർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.